السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله. كيف حالكم؟ الحمد لله تمام. طيبين؟ هل أنتم طيبون؟ الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أين وقفنا؟ ما زلنا نقرأ درس 31 صفحة 206. دروس اللغة العربية بغير الناطقين بها، القسم الثالث. أين وقفنا؟ എവിടെയാണ്? صفحة 257. 57 ആണ് കിടക്കുന്നത്. حال الجملة تقدم عليه الحال نحو جاءني سائلا طالب. നമ്മൾ പറഞ്ഞു വന്നത് മുബത്തദായിരിക്കും ഖബറായിരിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അൽ-അസ്ലു ഫി സാഹിബിൽ ഹാലി യകൂന മഅരിഫതൻ, മഅരിഫ ആയിരിക്കണം. സാഹിബുൽ ഹാല്, ആരുടെ ഹാലാണോ പറയുന്നത് അയാൾ എന്തായിരിക്കണം? ആ നാമം എന്തായിരിക്കണം? മഅരിഫ ആയിരിക്കണം എന്നതാണ് അടിസ്ഥാനപരമായുള്ള കാര്യം. എന്നാൽ ചിലപ്പോൾ അത് നെക്കിറ ആയിരിക്കും, ആയി വരും. എപ്പോൾ നെക്കിറയാകാനുള്ള സാഹചര്യം ഇവിടെ എണ്ണി പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ്? ഇളാഫത്ത് വന്നാൽ എന്തായി? നെക്കിറ അല്ല, അത് മാരിഫ ആയിരിക്കും. അതുകൊണ്ട് അത് മാരിഫ ആയിട്ട് കൂട്ടാം. പിന്നീടുള്ളത് എന്താണ്? നെക്കിറയാകാൻ ആകാൻ അനുവാദമുള്ളത്, ആകാവുന്നത് തഖദ്ദമ അലൈഹിൽ ഹാലു, ഹാല് നേരത്തെ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ശേഷം പറഞ്ഞു നിർത്തിയ പോയിന്റാ പറയും. ഹാല് നേരത്തെ പറയും. ഇപ്പൊ ജാനി സായിലൻ താലിബൻ. അപ്പോ താലിബുൻ സായിലൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അത് നെക്കിറ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? സായിലൻ താലിബൻ. അപ്പോ ഹാൽ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞാൽ സാഹിബുൽ ഹാല് നെക്കിറയായാലും കുഴപ്പമില്ല. രണ്ടാമത് അതിന്റെ വിശേഷണം പറയുക. ഔ ഇളാഫത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇളാഫത്ത് ഒഴിവാക്കാം. കാരണം എന്താണ്? ഇളാഫത്ത് വന്നു കഴിഞ്ഞാൽ മാരിഫയായി എന്നത് നമുക്ക് നേരത്തെ അറിയാം. അപ്പൊ യുഹസ്സ ബി വസുഫിൻ, വിശേഷണം കൊണ്ട് എന്ത് ചെയ്യുക? വിശേഷമാക്കുക, അല്ലെങ്കിൽ അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുക. യാനി താലിബുൻ മുവാലിബുൻ, അയാൾ മുവാലിബാണ്. മുവാലിബ് എന്താണ്? റെഗുലറാണ്, റെഗുലറായിട്ട് വരുന്നതാണ്. മുസ്തഅദിനൻ. അപ്പൊ എന്തായി? താലിബ് എന്തായി? താലിബിന്റെ വിശേഷണം പറഞ്ഞുകൊണ്ട് താലിബ് നെക്കിലായാലും കുഴപ്പമില്ല. മുസ്തഅദിനൻ അനുവാദം ചോദിച്ചുകൊണ്ട് വന്നു ഫിൽ ഖുറൂജി പോകുന്നതിന്. ജാഅനി താലിബു അസ്നാൻ, തബീബു അസ്നാൻ നമ്മൾ പറഞ്ഞു. തബീബ് അസ്നാൻ എന്ന് പറഞ്ഞപ്പോ എന്തായി? തബീബ് മാരിഫയായി, നമുക്ക് അറിയാം. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അത് തബീബ് എന്നുള്ളത് നെക്കിലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞത് തബീബ് അസ്നാനിൻ. തബീബ് അസ്നാൻ നമ്മളെ ഭാഷയിൽ പറയുമ്പോൾ ഡെന്റിസ്റ്റ്. മുസ്തഫ്തിയൻ, ഫത്വ ചോദിച്ചു കൊണ്ടുവന്നു, മതവിധി ചോദിച്ചു കൊണ്ടുവന്നു. മുസ്തഫ്ത എന്ന് പറഞ്ഞാൽ അനുവാദം അല്ല, മതവിധി ചോദിച്ചു. പിന്നെ
അൻ യസ്ബിഖഹു നഫിയുൻ ഔ നഹിയുൻ ഔ ഇസ്തിഫ്ഹാം. അപ്പൊ അതിന് മുമ്പ് നഹിയോ നഫിയോ ഇസ്തിഫ്ഹാമോ ഇല്ല. മാ ജാ അൽ യൗമ അഹദുൻ. അപ്പൊ മാ ജാ എന്ന് പറഞ്ഞത് എന്ത് തരം മായാണ്? നഫി. നഹി അല്ല, നഫിയ. നഫി. നഹി എന്ന് പറഞ്ഞാൽ നഹാവിലേക്ക്, അമറ കൽപ്പിച്ചു നഹാവിലേക്ക്. അതെന്താണ്? അമ്രിന്റെ ഓപ്പോസിറ്റ് ആണ് നഹിയ എന്ന് ഓർമ്മ ചെയ്യുക. അമ്രിന്റെ ഓപ്പോസിറ്റ് ആണ് നഹി. അമറ നഹ. നഫി എന്ന് പറയുമ്പോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ് മാ ജാ അൽ യൗമ, അപ്പൊ വന്നില്ല എന്ന് പറയുന്നത് എന്താണ്? അത് നഫിയാണ്. മാ ജാ അൽ യൗമ അഹദുൻ മുതഅഖിറൻ. അപ്പൊ അത് നഫി ആയതുകൊണ്ട് എന്ത് ചെയ്യാം? അഹദുൻ ഉപയോഗിക്കാം. അഹദുനാണ് ഇവിടെ സാഹിബുൽ ഹാൽ. മുതഅഖിറൻ ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല? മുതഅഖിറായിട്ട് ലേറ്റായി വന്നിട്ടുണ്ട്. لا يدخل أحد طاعة الامتحان حاملا الخطيبة. അപ്പൊ എന്താണ് അല? അല എന്ത് തരല്ലായാണ്? ലാ യദ്ഖുൽ. അതെന്താണ്? പ്രൊഹിബിഷൻ ഫോമാണ്. അമ്രിന്റെ ഓപ്പോസിറ്റ് ആണത്. കൽപ്പനയുടെ ഓപ്പോസിറ്റ് വിലക്കൽ. അപ്പൊ വിലക്കുന്ന ലായാണ്. ലാ യദ്ഖുൽ, അവൻ പ്രവേശിക്കുക. അതായത് അവൻ പ്രവേശിക്കരുതെന്ന്. ലാ യദ്ഖുൽ എന്ന് പറഞ്ഞാൽ അവൻ പ്രവേശിക്കരുത്. അപ്പൊ മറഞ്ഞ ആളുടെ കൽപ്പനയാണത്. അതുകൊണ്ടാണ് യാ ചേർത്ത് വന്നിട്ട് അവസാനം സുക്കുൻ ചെയ്തു. അഹദുൻ, അപ്പൊ ഒരാളും തന്നെ പ്രവേശിക്കരുത്. അപ്പോ നഹി വന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാം? അഹദുൻ സാഹിബുൽ ഹാലാകാം. ആ സാഹിബുൽ ഹാലിന്റെ ഹാൽ എന്താണ്? ഹാമിലൻ ഹഖീബത്തഹു. ഹാമിലനാണ്, വായിച്ചുകൊണ്ട്. ആഅത്തുൽ ഇംതിഹാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു തോന്നുന്നല്ലേ? എക്സാമിനേഷൻ ഹാളിൽ ആരും ബാഗുമായി പ്രവേശിക്കരുത്. അജാ അൽ യൗമ അഹദൻ മുതഅഖിറൻ. അപ്പൊ എന്താണ്? ചോദ്യമാണ്. ആരെങ്കിലും ഒരാള് ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? അർറാബിയ, നാലാമത്തെ അനുവാദം. അൻ തകൂനൽ ഹാലു ബഅദഹു ജുംലതൻ മഖ്റൂനതൻ ബിൽ വാവ്. പിന്നെന്ത് ചെയ്യാം? സാഹിബുൽ ഹാൽ നക്രയാകാവുന്ന മറ്റൊരു സംഭവം അൻ തകൂനൽ ഹാലു ബഅദഹു ജുംലതൻ മഖ്റൂനതൻ ബിൽ വാവ്. അതെന്താണ്? ഒരു ജുംലയാകാം ആയാൽ അൻ തകൂനൽ ഹാലു ബഅദഹു ജുംലതൻ, ഹാൽ എന്താകും? അതിന് ശേഷം വരുന്ന ഒരു ജുംലയാകും. ആ ജുംലയിൽ എന്ത് വേണം? വാവ് വേണം. മഖ്റൂനത്ത് എന്ന് പറഞ്ഞാൽ കരീൻ, കൂടെയുള്ളവൻ, കൂട്ടാളി. മഖ്റൂനത്തൻ അറ്റാച്ച്ഡ് വിത്ത്, അതിനോട് ഒപ്പം ചേർന്ന് വരണം ബിൽ വാവ്. വാവുൽ ഹാല് ചേർന്ന് വന്നാൽ ഒരു വാവുൽ ഹാല് ചേർന്ന് വരുന്ന ഒരു ജുംലയായാൽ എന്ത് ചെയ്യാം? ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ, ഒരു പട്ടണത്തിൽ കൂടെ അല്ലെങ്കിൽ ഗ്രാമത്തിലൂടെ നടന്നു പോയവനെ പോലെ. വഹിയ ഖാവിയത്തുൻ, അപ്പൊ എന്താണ്? അതിന് അലാ ഖറിയത്തിൻ. അപ്പൊ ഖറിയത്തിന്റെയാണ് വിശേഷണം പറയുന്നത്. അപ്പൊ ഖറിയത്ത് എന്താണ്? നക്കിറയാണ്. പിന്നെ എന്തുകൊണ്ട് നക്കിറയുടെ ഹാല് പറഞ്ഞു? നക്കിറയുടെ ഹാല് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടാകണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ജുംലയായിട്ട് വന്ന് ജുംലയുടെ തുടക്കത്തിൽ ചേർക്കണം, വാവുൽ ഹാൽ ചേർക്കണം. വഹിയ ഖാവിയത്തുൻ. അപ്പൊ അതെന്താണ്? അത് ഖാവിയത്താണ്, തകർന്നതാണ്. അല ഉറൂഷിഹ, അതിന്റെ മേൽത്തട്ടോടുകൂടി. ഉറൂഷിന്റെ ഏകവചനം എന്താ? അർഷ്. അർഷ് 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 അപ്പൊ എന്താണ്? അർഷിന്റെ അർത്ഥം എന്താ? അർഷ് എന്ന് പറഞ്ഞാൽ സിംഹാസനം അല്ലെങ്കിൽ മേൽത്തട്ട്. അർഷ് എന്ന് പറഞ്ഞാൽ സിംഹാസനം എന്ന അർത്ഥത്തിൽ അർഷ് പറയും, അല്ലെങ്കിൽ മേൽത്തട്ട്, മേലാപ്പ്. അതേപോലെ പന്തലിനും പറയും. പന്തലിടൂലേ? പന്തലിൽ വളർത്തുന്ന അങ്ങനെ പറയും.
അപ്പൊ അതിന് അർഷ് എന്ന് പറയും. അതാണ് ഖാവിയത്തിന് അല ഉറൂഷിഹ എന്ന് പറഞ്ഞാൽ അത് തകർന്നതാണ്. അല ഉറൂഷിഹ എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽത്തട്ടോടെ എന്ന് പറഞ്ഞാൽ അടിമുടി മറിഞ്ഞതാണ്, കീഴ്മേൽ മറിഞ്ഞതാണ്. ഖാവിയത്തിന് അല ഉറൂഷിഹ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന രണ്ടും കൂടെ ചേർത്ത് അത് പ്രയോഗമായിട്ട് മനസ്സിലാക്കിയാൽ കീഴ്മേൽ മറിയുന്നതിനാണ് ഖാവിയത്തിന് അല ഉറൂഷിഹ എന്ന് പറയുന്നത്. അതിന്റെ മേൽത്തട്ടടക്കം തകർന്നതാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോ ഹിയ ഖാവിയത്തിന് അല ഉറൂഷിഹ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഹിയ കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അതിനെ. അപ്പോ വാവുൽ ഹാല് കൊണ്ടാണ് ഉപയോഗിച്ചുകൊണ്ടാണ് നെക്കരയുടെ ഹാല് പറഞ്ഞത്. വഖദ് തജീഉൽ ഹാലു. അപ്പൊ തജീഉവിന്റെ കൂടെ കത് വന്നാൽ എന്താ അർത്ഥം? ആ, ഇട- ആ ഇടക്കിടക്ക് ഒരു പക്ഷേ ഓഫൺ അയക്കാം. അല്ല, ഒരു പക്ഷേ വന്നേക്കാം. കത് തജീഉ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വരാം. അൽ ഹാലു മിനൻ നക്കിറതി ബിലാ മുസവ്വിറിൻ. നേരത്തെ പറഞ്ഞതുപോലെ അതുമായി ബന്ധപ്പെട്ട സംഗതി ഒന്നും ഇല്ലാതെയും വരാം. കമാഫി ഹാദൽ ഹദീസ്. നേരത്തെ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ കാരണങ്ങളൊന്നും കൂടാതെയും ചിലപ്പോൾ വരാം. എന്താണ്? റെയർ കേസിലാണ്. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതെന്താണ്. അതില് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. കമാ ഫി ഹാദൽ ഹദീസ്, ഈ പറഞ്ഞ ഹദീസിലുള്ളത് പോലെ. സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിദൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിദൻ, ഇരുന്നുകൊണ്ട് നമസ്കരിച്ചു. ഖായിദൻ എന്നുള്ള ഹാലാണ്, റസൂലിനെ കുറിച്ചുള്ളതാണ്. അത് വേറെ വിഷയം, അതല്ല നമ്മുടെ വിഷയം. വരിജാലുൻ വസല്ലാ വറാഅഹു റിജാലുൻ. അദ്ദേഹത്തിന് പിന്നിൽ റിജാൽ നമസ്കരിച്ചു. ഖിയാമൻ, എന്തുകൊണ്ട്? നിന്നവരായ നിലയിൽ. ഖിയാമിന്റെ ഏകവചനം എന്താണ്? ഖിയാമിന്റെ ഏകവചനമാണ് ഖായിം. ഖായിമുൻ, ഖിയാമുൻ. അങ്ങനെയുള്ള ബഹുവചനങ്ങൾ കൂടി എഴുതി വെക്കാൻ ഈ പാഠത്തിന്റെ ഏതോ ഒരു ഭാഗത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കൺസെപ്റ്റ് കുറെ ബഹുവചനങ്ങൾ ഈ ഘടനയിൽ വരുന്നുണ്ട്. നിയാമുൻ, സല്ലു വന്നാസു നിയാമുൻ, സല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്താണ്? സല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ. ആഹാരം കൊടുക്കുക, സലാം പറയുക, ജനങ്ങൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കുക. അപ്പൊ നായിമിന്റെ ബഹുവചനമാണ് നിയാമുൻ. അതേപോലെ ഖായിമിന്റെ ബഹുവചനമാണ് ഖിയാമുൻ. അപ്പൊ നിയാമുൻ, ഖിയാമുൻ എന്നൊക്കെ പറയും. അതേപോലെ ഖിയാമിന് എന്തില്ല? ഫെമിനിൻ ഇല്ല. ഖിയാമിന് ഫെമിനിൻ ഇല്ല. ഇത് കോമൺ ആണ്. ഖിയാം എന്നുള്ളത് കോമൺ ആണ്. നിയാമുൻ എന്നൊക്കെ പറയുമ്പോൾ കോമൺ ആണ്. ഓക്കെ. അപ്പൊ അത് ബഹുവചനങ്ങളുടെ നമ്മൾ ഡയറിയിൽ പ്രത്യേകം ടേബിൾ എഴുതി വയ്ക്കാൻ പറഞ്ഞു, പ്രത്യേകം പേജുകളുണ്ട് ബഹുവചനങ്ങളുടെ ഫോർമാറ്റ്. അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയുള്ള അവരുടെ പേജുകൾ ഗ്രൂപ്പിലുണ്ട്. നമുക്ക് അറിയാൻ പറ്റും, മറ്റുള്ളവർക്ക് അത് പ്രേരകമാകും. ആ കൂട്ടത്തിലുള്ള ഒരു ഫോർമാറ്റാണ്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണ് ഖിയാമുൻ. ഇവിടെ എന്താ നമ്മളെ വിഷയം? റിജാലുൻ ഖിയാമൻ. ഇത് നമുക്ക് മനസ്സിലാവും. പറയുന്നത് ഒരു കോമൺ സംഭവമാണ് പറയുന്നത്. ഒരു 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 പൊതു സ്വഭാവത്തിലാണ്, ഒരു സ്പെസിഫിക് അല്ല. അത് എന്റെ ഐഡിയ ഞാൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ. നമുക്ക് ഊഹിച്ച് നോക്കാൻ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. ഇപ്പൊ എന്താണ്? സല്ലാ വറാഅഹു റിജാലുൻ ഖിയാമൻ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ നമസ്കരിച്ചു. കുറെ ആൾക്കാർ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ നിന്നുകൊണ്ട് നമസ്കരിച്ചു. എല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നുകൊണ്ട് നമസ്കരിച്ചു. ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഖമില്ലാത്ത സന്ദർഭത്തിൽ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ അദ്ദേഹം ഇരുന്നുകൊണ്ടും പിന്നീട് ആൾക്കാർ നിന്നുകൊണ്ടും നമസ്കരിച്ചു. അപ്പൊ ഇരുന്നുകൊണ്ട് നമസ്കരിക്കുന്ന ആളുടെ പിന്നാലെ എന്ത് ചെയ്യാം? നിന്നുകൊണ്ട് നമസ്കരിക്കാം.
അൽ ഹാലുൽ ജുംല. ഇനി ഹാലുൽ ജുംല. ഇനി നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ജുംല ഹാലായി വരുമെന്ന് പറഞ്ഞല്ലോ. ജുംല ഹാലായി വരുമെന്ന് പറഞ്ഞു. ജുംല ഹാലായി വന്നാൽ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് തക്കൂനുൽ ഹാൽ ജുംലത്തൻ ഇസ്മിയത്തൻ ഔ ഫഇലിയത്തൻ. അപ്പൊ ഹാൽ എന്തായി വരാം? നോമിനൽ സെന്റൻസ് ആകാം, അല്ലെങ്കിൽ വെർബൽ സെന്റൻസ് ആകാം. ഇസ്മിയ, ജുംല ഇസ്മിയ ഔ ഫഇലിയ, പ്രശ്നമില്ല. ജുംല ആയാൽ ജുംല ഒന്നുകിൽ ഫഇലിയ ആയിരിക്കും, അല്ലെങ്കിൽ ഇസ്മിയ ആയിരിക്കും. രണ്ടുതരം ജുംല ഉണ്ടാവും. ഏത് ജുംല ആയിരുന്നാലും പ്രശ്നമില്ല. ഉദാഹരണം, ജലസ്തു അസ്തമിഉ ഇലാ തിലാവത്തിൽ ഖുർആൻ. ജലസ്തു അസ്തമിഉ, ജലസ്തു ഞാനിരുന്നു, അസ്തമിഉ ഇലാ തിലാവത്തിൽ ഖുർആൻ. ഇവിടെ വാവുൽ ഹാലൊന്നുമില്ല. വാവുൽ ഹാൽ ഇല്ലാത്ത എന്തുകൊണ്ടാ? വാവ് യഥാർത്ഥത്തിൽ ഒരു കണക്ടറാണ്, ഒരു അഡ്ഹസീവാണ്, തമ്മിൽ ബന്ധിപ്പിക്കുന്ന, രണ്ടിനെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സംഭവം വാവുൽ ഹാൽ എന്ന് പറയും. ഇതെന്താണ്? ജലസ്തു അസ്തമിഉ, ജലസ്തുവിനെയും അസ്തമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ട്. ആർക്കും അറിയാം? ജലസ്തു എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് എന്തുണ്ട്? അനയുണ്ട്. ഉണ്ടോ? ഉണ്ട്. അസ്തമയിൽ എന്തുണ്ട്? അതിലുണ്ട്. അതേ അന ഇതിനുണ്ട്. അപ്പൊ എന്താണ്? തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രോനോൺ ഉള്ളത് പിന്നീട് പറയും. ഇപ്പൊ പറയുന്ന ഉദാഹരണം, അത് തക്കൂനും ജുംലത്തു ഹാൽ ജുംല ഇസ്മിയ നാം ഫീലിയ എന്ന് പറഞ്ഞു. ജുംല ഫീലിയോ ഇസ്മിയോ ആകാം. അപ്പൊ ജലസ്തു അസ്തമിഇലാ തിലാവത്തിൽ ഖുർആൻ കരീം മിനൽ ഇദാഅത്തി എന്ന് പറഞ്ഞത് എന്താണ്? ജലസ്തു എന്ന് പറഞ്ഞത് ജുംലയാണോ അല്ല എന്താണ്? അത് ഒരു കലിമത്ത് മാത്രമാണോ? ജലസ്തു എന്ന് പറഞ്ഞത് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് സെന്റൻസ്. അത് സെന്റൻസ് കഴിഞ്ഞു. ജലസ്തു, ഞാനിരുന്നു. ഞാനിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ഫഅലായി, ഫഅലായി. ഫഅലും ഫഅലും വന്ന എന്തായി? ജുംലയായി. മഫ്ഊൽ ജലസയ്ക്ക് മഫ്ഊൽ ബിഹി ആവശ്യമില്ല, അതുകൊണ്ട് ജുംലയായി. ആ ജുംലയുടെ അതെന്താകട്ടെ, അതിലുള്ള അനയെയാണ് എന്ത് പറയുന്നത്? വിശേഷിപ്പിക്കുന്നത്. സാഹിബുൽ ഹാൽ ജലസ്തുവിലുള്ള അനയാണ്. ആ സാഹിബുൽ ഹാലിനെ കണക്ട് ചെയ്യുന്നത് എന്തിലുണ്ട്? അസ്തമയിലുണ്ട്. ഞാൻ കേൾക്കുന്നു. അതുകൊണ്ടാണ് അവൾ വാവുൽ ഹാല് ആവശ്യമില്ലാകുന്നത്. ഇലാ തിലാവത്തുൽ ഖുർആനി, തിലാവത്തുൽ ഖുർആൻ കരീം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. മിനൽ ഇദാഅത്തി, ബ്രോഡ്കാസ്റ്റിംഗ് സെന്ററിൽ നിന്ന്, റേഡിയോയിൽ നിന്ന്, പ്രക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന്. അസാനി ഇൽതഹഖതു. ഇൽതഹഖ എന്താ? ഞാൻ ജോയിൻ ചെയ്തു. ബിൽ ജാമിഅത്തി, യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്തു. വഖദ് തഖറജ അഖി. വഖദ് തഖറജ അഖി. ഏത് ഹാലിലാണ്? അതിന് രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത് ഖദ് തഖറജ. തഖറജ എന്ന് പറഞ്ഞാൽ എന്തായി? തഖറജ എന്താ അർത്ഥം? ഗ്രാജുവേറ്റഡ്. ഗ്രാജുവേറ്റഡ് ആയി. അഹി, എന്റെ സഹോദരൻ ഗ്രാജുവേറ്റഡ് ആയി കഴിഞ്ഞ. അതിന്റെ ശേഷം മാളി വന്നാൽ ഓൾറെഡി. നമ്മൾ എപ്പോഴും ഈ ഓൾറെഡി ഉപയോഗിക്കുമല്ലോ. നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്ന പോലെയാണ് ഈ കത് ഉപയോഗിക്കുന്നത്. ഓൾറെഡി ഡൺ, ഓൾറെഡി കംപ്ലീറ്റഡ്. ആക്ഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് എന്ന് പറയുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? അതിന് ശേഷം മാളി ഉപയോഗിച്ചാൽ ആ അർത്ഥമായിട്ട് വരിക. മാളിക്ക് ശേഷം കത് ഉപയോഗിക്കുന്നത് അതിനുവേണ്ടിയാണ്. ആസ് മൈ ബ്രദർ ഹാസ് ഓൾറെഡി ഗ്രാജുവേറ്റഡ്, ആ നിലയ്ക്കാണ്. അപ്പൊ ഇത് ഹാലാണ്. അവരുടെ ഹാലിനെ കുറിച്ച്, ഹാലിന്റെ എന്താ പറഞ്ഞത്? ജുംലയാണ് ഹാല്. അതിനെ കണക്ട് ചെയ്യാൻ എന്ത് ഉപയോഗിച്ചു? വാവൽ ഹാൽ ഉപയോഗിച്ചു. വാവൽ ഹാൽ ഉപയോഗിച്ചു. സലാസ ഹഫീദുൽ ഖുർആൻ. അപ്പൊ എന്താണ് ഇത്? തഖറജ അഖി എന്നുള്ളത് ജുംലയാണ്. ജുംല ഫെയിലിയാണ്. സലാസ ഹഫീദുൽ ഖുർആൻ വഅന സഗീറുൻ. ഹഫീദുൽ ഖുർആൻ. അപ്പൊ രണ്ടും നേരത്തെ പറഞ്ഞ രണ്ടും എന്താണ്? ജുംല ഫെയിലിയ. മൂന്നാമത്തെ ഉദാഹരണം, മിസാൽ സാലിസ്
ഹഫിദ്തുൽ ഖുർആൻ, ഞാൻ ഖുർആൻ ഹിഫ്ളാക്കി. വഅന സഗീറുൻ, വഅന സഗീറുൻ, ഞാൻ എന്തായിരിക്കെ, സഗീറായിരിക്കെ. അപ്പൊ എന്താണ് അന സഗീറുൻ എന്നുള്ളത് എന്ത് തരം ജുംലയാണ്? ജുംല ഫഅലിയ അം ഇസ്മിയ? Yeah. ജുംല ഇസ്മിയ, ലൈസ ഫീഹാ ഫിഅൽ, അതിൽ ഫിഅലില്ല. അതേപോലെ സഗീറിന്റെ ബഹുവചനം എന്താണ്? സിഗാറുൻ, സിഗാറുൻ. അപ്പൊ ആ നേരത്തെ പറഞ്ഞ പോലെ നിയാമിന്റെ അല്ലെങ്കിൽ ഖിയാമിന്റെ പട്ടികയിൽപ്പെട്ടതാണ് സിഗാറുൻ. അപ്പൊ എന്തില്ല, സിഗാറാത്ത് എന്ന് പറയാൻ പറ്റില്ല, അതിന് ഫെമിനിൻ ഇല്ല, കോമൺ ആണത്. ജാഅൽ ജരീഹു ദമുഹു യതദഫഖു. തദഫഖ നമ്മൾ മുമ്പ് പഠിച്ച ഒരു വാക്കുമായിട്ട് കണക്ഷൻ ഉള്ള സംഭവം. ആർക്കും പറയാം? തദഫഖയിലെ 3 അക്ഷരം എടുത്തുകൊണ്ട് നമ്മൾ പഠിച്ച ഒരു ക്രിയ കണ്ടുപിടിക്കാൻ പറ്റും. ക്രിയ അല്ല, പദം. ദാഫിഖ്. അത് തന്നെ, ദാഫിഖ്. മിമ്മാഇൻ ദാഫിഖ്, ഖുലഖ മിമ്മാഇൻ ദാഫിഖ്. അപ്പൊ എന്താ ദാഫിഖിന് എന്താ അർത്ഥം പറഞ്ഞത്? തെറിച്ചു വീഴുന്ന. മാഇൻ ദാഫിഖ്. ഇവിടെ എന്താണ്? ദമുഹു യതദഫഖു, അവന്റെ രക്തം യതദഫഖു, ഇങ്ങനെ പുറത്തേക്ക് തള്ളി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ്? ജാഅൽ ജരീഹ്, ജരീഹ് ആരാണ്? പരിക്കേറ്റവൻ. മുറിവേറ്റയാള്. മുറിവ്, ജുറഹൻ, മുറിവ്. ജറാഹ് എന്താ? സർജൻ. അത് തന്നെ, മുറിപ്പെടുത്തുന്ന ആള്, കീറി മുറിക്കുന്ന ആളെന്നാണ് ജറാഹ്. അപ്പോ ജഅൽ ജരീഹു ദമുഹു യതദഫഖു. അപ്പൊ ദമുഹു യതദഫഖു എന്ന് പറഞ്ഞാൽ എന്ത്? അവിടെ വാവുൽ ഹാലല്ല ഉള്ളത്, പിന്നെന്താ ഉള്ളത്? ജരീഹിന്റെ വിശേഷ ഹാലാണ് ദമുഹു യതദഫഖു എന്നുള്ളത്. അതിനെ കണക്ട് ചെയ്യുന്ന എന്തുണ്ട്? ജരീഹുമായിട്ട് കണക്ട് ചെയ്യുന്ന, അതിലേക്ക് മടങ്ങുന്ന ഒരു സർവനാമമുണ്ട്. ദമുഹു, അവന്റെ രക്തം, യതദഫഖു, അതാണ് അവിടെ കണക്ടർ. തഷ്തമിലുൽ ഹാലു, ഇഷ്ടമല എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നു. അവിടെ ഹാലിൽ ഉണ്ടാകും അൽ ഹാലുൽ ജുംല, അൽ ഹാലുൽ ജുംലത്തു, അൽ ഹാലുൽ ജുംലത്തു. ഹാലുൽ ജുംലത്ത് എന്ന് പറയുമ്പോൾ ഹാലിന്റെ വിശേഷണമാണ് ജുംല. അൽ ഹാലുൽ ജുംലത്തു, ജുംലയായിട്ട്, ഹാൽ ജുംലയായിട്ട് വരുമ്പോൾ അത് ഉൾക്കൊള്ളും അലാ റാബിത്തിൻ. റാബിത്ത് എന്താണ്? നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഒരു അനൗൺസ്മെന്റ് കേൾക്കും. അറബി പെനിൻസുലയിൽ നിന്നുള്ളതാണ്. അറേബ്യൻ പെനിൻസുല എന്നുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ എന്ത് വരും? അതിൽ അറബിയിൽ അനൗൺസ്മെന്റ് വരും. എന്താ പറയുക? ഇർബിത്ത് ഹിസാമൽ മഖാദ്, അല്ലേ? ഇർബിത്തു ഹിസാമൽ മഖാദ്. എന്താ അർത്ഥം? ഹിസാമൽ മഖാദ് എന്താണ്? അബ്ദുള്ള സാഹിബിനെ ഒരുപാട് നാളെ കേട്ടിട്ട്. സീറ്റാണ്. എന്താണ്? ഹിസാമ് മഖാദാണ് സീറ്റ്. മഖാദാണ് സീറ്റ്. ഇർബിത്ത് എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുക, കയറുക, ഇരിക്കുക. ഇല്ല, ഈ കണക്ട് ചെയ്യുക. ഇർബിത്ത്, ഫാസ്റ്റൻ, ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്.
ഹിജാമ് ബെൽറ്റ്, മക്കാദ് സീറ്റ്, ഇർബിത്ത് എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യൂ, റബത്ത ഇർബിത്തു, റാബിത്ത് കണക്ടർ. അപ്പോൾ ഒരു റാബിത്ത് ഉണ്ടാകും. റാബിത്തത്തുൽ ആലമിൽ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയ ഇല്ലേ? ആ. എന്താണ്? കോർഡിനേഷൻ, ഐക്യദാർഢ്യം, ഒരുമിച്ച് കൂടൽ, ഒരുമിച്ച് ചേരൽ. അപ്പൊ അല റാബിത്തിൻ, അപ്പൊ ഒരു റാബിത്ത് ഉണ്ടാവും. യർബിത്തുഹ, റബത്ത യർബിത്തു, കേട്ടാ, കണക്ട് ചെയ്തു. അതൊരു കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ ഉണ്ടാവും. റാബിത്തിൻ യർബിത്തുഹ, അതിനെ കണക്ട് ചെയ്യും. യർബിത്തുഹ ബി സാഹിബിഹ, ആ ജുംലയെ അതിന്റെ സാഹിബുൽ ഹാലിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ ഉണ്ടാകും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വർറാബിത്തു, ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയ വർറാബിത്തു, ആ റാബിത്ത്, റാബിത്ത് എന്താകും? ആ കണക്ടർ ഇമ്മ അദ്ദമീറു വഹ്ദഹു, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞത് ജലസ്തു എന്നതിൽ എന്തുണ്ട്? വമീറുണ്ട്. അസ്തമിയില് അനയുണ്ട്. ജലസ്തുവിലെ അനയും ജലസ്തുവിലെ അനയിലേക്ക് അനയുടെ എന്താണ് അതുപോലുള്ളതാണ് അസ്തമിർ. അപ്പൊ ആ കണക്ടർ ലമീർ മാത്രമാകാം. ഇമ്മ ദമീറു വഹ്ദഹു, ഉള്ളി, വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞില്ലേ, അത് മാത്രമാകാം. നഹ്വ് വജാഉ അബാഹും, അപ്പൊ ജാഉ ഹും ഉണ്ട് അവിടെ. അബാഹും, അവരുടെ ഉപ്പയുടെ അടുക്കൽ അവർ വന്നു. ഇഷാഅൻ, ഇഷാ സമയത്ത്. യബ്കൂൻ, കരഞ്ഞുകൊണ്ട്. ഏതാണ് ഹാല്? ഇഷാഇന് 10 തൻവീൻ കിടക്കുന്നുണ്ട്, അവിടെയാണ് ഹാലെന്ന് വിചാരിക്കും. യബ്കൂൻ, നമ്മൾ എന്താ ട്രാൻസ്ലേറ്റ് ചെയ്യുക? സൂറത്ത് യൂസുഫില് 16ാമത്തെ ആയത്ത്, അവര് കരഞ്ഞുകൊണ്ട് വന്നു. യബ്കൂൻ എന്ന് പറഞ്ഞാൽ അവര് കരയുന്നു എന്നല്ലേ ഉള്ളൂ. ഈ കൊണ്ടുവന്നു എന്നുള്ള എങ്ങനെ കിട്ടി? കരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കരഞ്ഞവരായി കരയുന്നവരായ നിലയിൽ യബ്കൂൻ. എന്താണ്? ജാഊയിലുള്ള ആ ഹുമ്മിന്റെ ഹാലാണ്. അപ്പൊ യബ്കൂനിലുള്ള ഇവിടെ പിന്നെ എന്താ പറയാ, ഗ്രമറ്റിക്കൽ റൂൾ അനുസരിച്ച് പറയുന്നത് യബ്കൂനിലുള്ള വാവാണ് അതിലേക്ക് മടങ്ങുന്ന ലമീർ എന്നാണ്. നമ്മൾ പഠിച്ചു നിരക്കി നോക്കിയാൽ യബ്കൂനിൽ എന്തുണ്ട്? ഹുമ്മുണ്ട്. ജാഊല ഹുമ്മിലേക്ക് മടങ്ങുന്നതാണ് അത്, അതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് അത്. അപ്പൊ അത് എന്താണ്? ലമീർ വഹ്ദഹു, ആ ലമീർ മാത്രമാകാം. വഇമ്മൽ വാവു വഹ്ദഹു, അല്ലെങ്കിൽ എന്താകാം? വാവുൽ ഹാല് മാത്രവുമാകാം. വസൽതു, ഞാനെത്തി. ഇലാ മക്കത്ത, ഞാൻ മക്കയിലെത്തി. വശംസു തഗ്റുബു, സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കെ. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കെ. അപ്പൊ വാവ് ഹാലായത് കൊണ്ടാണ് അസ്തമിച്ചു കൊണ്ടിരിക്കെ എന്ന് പറഞ്ഞത്. അപ്പോ വസൽത്തു മക്കത്ത, അപ്പൊ അതിന്റെ എങ്ങനെ ഹാലായി മാറി? വാവ് കൊണ്ടാണ്, വാവ് മാത്രമാണ് അവിടെ കണക്ട് ചെയ്യുന്നത്. വസൽത്തു വശംസു തഗ്റുബു. വഇമ്മൽ വാവു വദ്ദമീറു മഅൻ, അല്ലെങ്കിൽ ലമീറും വാവും ഒരുമിച്ചും വരാം. അതൊരു കൺസേൺ ആവുന്നില്ല. വാവോ ലമീർ ഏതെങ്കിലും വന്നാൽ മതി. വാവും ലമീർ ഒരുമിച്ചും വരാം. അത് നമ്മളെ സമയത്തോളം, പഠിതാവിനെ സമയത്തോളം എന്താവുന്നില്ല, കൺസേൺ ആവുന്നില്ല. കാരണം നോക്കിയാൽ ഒന്നിൽ വാവിന്റെ ഹാൽ ഉണ്ടാവും, അല്ലെങ്കിൽ ലമീറുണ്ട്. ഉദാഹരണം, ഖറജു മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ, അലം തറ ഇലല്ലദീന ഖറജു മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ, സൂറത്തുൽ ബഖറ. അപ്പോ ഖറജു മിൻ ദിയാരിഹിം, തങ്ങളുടെ വീടുകളിൽ നിന്നും പോയവരെ നീ കണ്ടില്ലേ? വഹും ഉലൂഫുൻ, അവർ ആയിരങ്ങൾ ആയിരിക്കെ. വഹും ഉലൂഫുൻ.
അപ്പൊ അവിടെ എന്തുണ്ട്? വാവുൽ ഹാലുമുണ്ട്, ഖർജൂര ഹുമ്മിലേക്ക് പോകുന്ന ലമീറും ഉണ്ട്, ഹും കണക്ട് ചെയ്യുന്ന ഹും ഉണ്ട്. ഓക്കെ, നമുക്ക് എക്സസൈസ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അതായത് പാഠത്തിന്റെ എക്സസൈസ് കിട്ടുന്നുണ്ടോ വാട്സാപ്പിൽ? ഇല്ല. ഇല്ലേ? ഷഫല ടീച്ചർ ഇടുന്നില്ലേ? ഇല്ല. ഷഫല ടീച്ചർ ഇടുന്നില്ലേ? ഇല്ല. ഇതല്ലാത്ത ഇപ്പോഴത്തെ ലാസ്റ്റ് തരുന്നില്ല. 30, 31. 30, 31 കിട്ടാത്ത അല്ലേ? അപ്പൊ തിരക്കായി. 29. 29 വരെ കിട്ടി. ഇസ്തഖ്രിജ് മിന ദർസി മാ വറദ ഫീഹി മിൻ അംസിലത്തുൽ ഹാൽ. ഹാലിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ, ബുക്കിൽ എഴുതി വെക്കുക. പാഠത്തിൽ ഹാലിന്റെ ഉദാഹരണം എഴുതി വെക്കുക. താഴെ നാലാമത്തത് അയ്യിനിൽ ഹാല വസാഹിബഹ ഫീമാ യലി. തുടർന്ന് വരുന്നതിന്റെ ഹാലും സാഹിബുൽ ഹാലും ഇതേപോലെ പുസ്തകത്തിൽ എഴുതി വെക്കുക. എല്ലാം സിമ്പിൾ ആയിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. أكمل جملة الآتية بوضع الحال الواردة في المثال في أماكن الخالية. അവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഇതിൽ പറയുന്നത് ഇതിന് രണ്ടും തമ്മിൽ മാച്ചിങ് ഉണ്ടാകണം. സാഹിബുൽ ഹാലും ഹാലും തമ്മിൽ എന്തുണ്ടാകണം? മാച്ചിങ് ഉണ്ടാകണം. ഇവിടെ ദഖല താലിബു ഖാഅത്തൽ ഇംതിഹാനി, താലിബിന്റെ ഹാലാണ് പറയുന്നതെങ്കിൽ ഖായിഫൻ. ഇപ്പൊ താലിബ് ഏകവചനമാണ്, പുല്ലിംഗ ഏകവചനമാണ്, അതുകൊണ്ട് ഖായിഫൻ. ഓക്കെ, അടുത്ത രണ്ടാമത്തത് ദഖല തുല്ലാബ് വരുമ്പോൾ എന്താവും? ഖാഅത്തൽ ഇംതിഹാനി. ഖായിഫന് പകരം എന്തോ ചേർക്കണം ഇവിടെ? ഖായിഫൻ എന്താണ്? മൻസൂബാണ്. അപ്പൊ തുല്ലാബിന്റെ ഇവിടെ ഖായിഫിന് പകരം എന്ത് ചേർക്കണം? ഖായിഫീൻ. ഖായിഫൂൻ എന്നത് മർഫു ആണ്, അതിനെ മൻസൂബാക്കുമ്പോൾ ഖായിഫീൻ. അതേപോലെ ദഖലത്തി താലിബത്തു, താലിബത്തു വരുമ്പോ എന്താവും? താലിബത്ത് വരുമ്പോ എന്താവും? താലിബ് ഖായിഫൻ എന്നാവും, താലിബത്ത് ഖായിഫത്തൻ. ദഖലത്തി താലിബാത്ത് വരുമ്പോ എന്താവും? ഖായിഫാത്തുൻ എന്നാണോ ഖായിഫാത്തൻ എന്നാണോ വരിക? തെന്നാണോ വരിക മൻസൂബാണെങ്കിൽ? മൻസൂബാണെങ്കിൽ അതെ, മുസ്ലിമാത്തൻ എന്ന് പറയുമ്പോ ഫോമില്ല. അങ്ങനെ പറയാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചോദിച്ചു. ഖായിഫാത്തിൻ, മുസ്ലിമാത്തിൻ, മുഅ്മിനാത്തിൻ, ഖാനിതാത്തിൻ, തായിബാത്തിൻ, ആബിദാത്തിൻ എന്ന് പറഞ്ഞില്ലേ, അവിടെയൊക്കെ മൻസൂബാണ്. അല്ല, അവിടെ നോക്കണം. എന്തായാലും എന്ത് വരില്ല അവിടെ? ഒന്നുകിൽ ലമ്മ വരൂ, അല്ലെങ്കിൽ ലമ്മ അല്ലെങ്കിൽ കസ്റ്. പത്ത് വരൂല്ല സ്ത്രീലിംഗ ബഹുജനത്തിന്. ഇപ്പൊ ദഖലത്തി താലിബാത്ത് വരുമ്പോൾ ഖായിഫാത്തിൻ. പിന്നെ അയ്യൻ ജിംലത്തിന് ഹാലിയത്ത് ഫീമായലി വദ്കുർ റാബിത്ത ഫീ കുല്ലി വാഹിദത്തിൻ മിൻഹാ. ഇതിലെ റാബിത്ത് ഏതാണെന്നുള്ളത് എഴുതണം. ലാ തഖറു സ്വലാത്ത വഅൻതും സുകാറ. എന്താണ് ബന്ധപ്പെടുത്തിയത്? വാവുൽ ഹാൽ. ഖറജ്ന നതനസ്സഹു എന്താണ് ബന്ധപ്പെടുത്തിയത്? ഖറജ്നയിൽ നഹ്നുണ്ട്. അപ്പൊ സർവനാമ ഇവിടെ നതനസ്സഹുല് നഹ്നുണ്ട്. ആ ലമീറാണ് റാബിത്ത്. വസല തബീബു വഖദ് മാതൽ ജരീഹു. എന്താണ് റാബിത്ത്? വാവുൽ ഹാലാണ്. ജലസത്തി താലിബാത്തു യക്തുബിനൽ വാജിബാത്ത്. എന്താണ് റാബിത്ത്?
താലിബാത്ത് സ്ത്രീലിംഗ ബഹുവചനമാണ്, യക്തുബന സ്ത്രീലിംഗ ബഹുവചനമാണ്. അപ്പൊ അതില് ഇതിലുള്ള ഹുന്ന അതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ലമീറാണ് കണക്ടർ, റാബിത്ത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹൻ നാസു അഫ്ശു സലാം, അവിടെ പറഞ്ഞിട്ടുണ്ട്. അഫ്ശു സലാം, ജനങ്ങളെ, അഫ്ശു സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. വഅത്ഇമു തആം, ഭക്ഷണം നൽകുക. വസീലുൽ അർഹാം, ഇവിടെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അഫ്ശു സലാം, വഅത്ഇമു തആം, വസീലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർക്കുക. വസല്ലു ബില്ലൈലി, രാത്രി നമസ്കരിക്കുക. വന്നാസു നിയാമുൻ, അപ്പോ നായിമിന്റെ ബഹുവചനം നിയാമുൻ, അതാണ് കോമൺ ജെൻഡർ ആണ്. നിയാമാത്തില്ല. നിയാമം എന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബഹുവചനം ആക്കേണ്ട കാര്യമില്ല. നിയാമ് നിയാമത്തും പറയാൻ പറ്റില്ല. സബ യഖൂലു കുല്ലു താലിബിൻ ജലസ്തു അഖ്റഉ, അടുത്തത് എന്ത് ചെയ്യണം? ജലസ്തു അഖ്റഉ, അക്തുബു, അൽഅബു, എന്താണെന്ന് പറയാവുന്ന പോലെ. അസാമിൻ ഫാത്തിഹൻ ഫാഹു, ഈ ഫാഹു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം. ഫാഹു ഫാഹു എന്ന് പറയുമ്പോൾ എന്താണ്? വായ. ഫാത്തിഹൻ ഫാഹു, ഫാത്തിഹൻ ഫാഹു എന്നാണ്. അപ്പോ ഫാത്തിഹൻ എന്ന് പറഞ്ഞത് എന്താ? ഫാത്തിഹൻ എന്ന് പറഞ്ഞപ്പോ എന്താണ്? അത് മൻസൂബാണ്. ഫാത്തിഹൻ എന്നത് മൻസൂബാണ്, അതുകൊണ്ടാണ് ഫാഹു എന്ന് പറഞ്ഞത്. അപ്പൊ ഫാഹു എന്ന രൂപം എന്താണ്? മൻസൂബ് രൂപമാണ്. ഫൂ എന്നതാണ് അതിന്റെ മർഫൂ രൂപം. നമ്മൾ എവിടെ പഠിച്ചിട്ടുള്ളത്? അസ്മാഉൽ ഖംസ പഠിച്ചില്ലേ? അസ്മാഉൽ ഖംസ പഠിച്ചു. അസ്മാഉൽ ഖംസ പഠിച്ച ആർക്ക് ഓർമ്മയുണ്ട്? അബ്, അഹ്, ഫു, ദു. അബ്, അഹ്, ഫു, ദു. പിന്നെന്താ ഉള്ളത്? ഹമ്, ഹമ്. അബ്, അഹ്, ഹമ്, ഫു, ദു. അതിനൊക്കെ എന്താണ്? ഫതഹ കൊണ്ട് നസ്ബ് ചെയ്യുക, വാവ് കൊണ്ട് റഫ് ചെയ്യുക, പിന്നെ യാ കൊണ്ട് ജർ ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് മിനൽ അസ്മാഉൽ ഖംസ. ഇത് എന്താണ്? അസ്മാഉൽ ഖംസയിൽപ്പെട്ടതാണ് ഈ പറഞ്ഞത്. ഫാഹു എന്നത് ഫൂ എന്നത് അസ്മാഉൽ ഖംസയിൽപ്പെട്ടതാണ്. തഖൂലു ഫൂഹു സഗീറുൻ, അപ്പോ മുബത്തദയാണ്. മുബത്തദ വരുമ്പോ എന്താവും? മുബത്തദ ലമ്മിയപ്പെട്ടതാണ്, മർഫു ആണ്. അപ്പൊ ഫൂഹു, അവന്റെ വായ, സഗീറുൻ, ചെറുതാണ്. ഇഫ്തഹ് ഫാക, നീ നിന്റെ വായ തുറക്കൂ എന്ന് പറയുമ്പോൾ ഇഫ്തഹിന്റെ മഫ്ഊലുൻ ബിഹിയാണ് ഫാ, അതുകൊണ്ട് മൻസൂബാണ്. ഇപ്പൊ എന്ത് ചെയ്തു? ഫാക്ക എന്നാ പറഞ്ഞു. യഖൂലു ബിഫീഹി, ബിഫീഹി, അവന്റെ വായ കൊണ്ട്. അല്ല, യഖൂലു ബിഫീഹി, യഖൂലു ബിഫീഹി, അവന്റെ വായ കൊണ്ട് പറയും. മാ ലൈസ ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഒന്നുമില്ല. ഇല്ലാത്തത്. മാ ലൈസ ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഇല്ലാത്തത് വായ കൊണ്ട് പറയും. അപ്പൊ അതെന്താണ്? യഖൂലു ബിഫീഹി. അപ്പോ കസ്ർ കൊണ്ട് എന്ത് ചെയ്യണം? അല്ല, യാ കൊണ്ട് കസ്ർ ചെയ്യണം. നമ്മൾ അന്ന് പഠിച്ചതാണ്, ഞാൻ വിശദീകരണത്തിൽ പോകുന്നില്ല. അത്താസ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ നിയാമിന് എഴുതിയിരിക്കണം കേട്ടോ.
അതേപോലെ ഹദീസ് കളക്ടേഴ്സിന്റെ പേരൊക്കെ ഓർമ്മിച്ചിരിക്കുക. അത് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. നമ്മൾ പഠിച്ച ഹദീസ് കളക്ടേഴ്സിന്റെ പേരുകൾ: തിർമിദി, ഇബ്നു മാജ, അഹ്മദ്, ദാരിമി. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ ബുഖാരിയും മുസ്ലിം നേരത്തെ പഠിച്ചിട്ടുണ്ട്. അൽ ബുഖാരിയു മുസ്ലിം പിന്നെന്താണ് ഒരു വലിയ പേജിൽ എടുത്തിട്ട് എഴുതി വയ്ക്കുക. ഒരു ഫുൾ പേജിൽ അത് മാത്രം ഉണ്ടാവുള്ളൂ. ഹദീസ് കളക്ടേഴ്സ്: ഇമാം അൽ ബുഖാരി, മുഹമ്മദ് ഇസ്മായിൽ അൽ ബുഖാരി. അതേപോലെ മുസ്ലിം. പിന്നെന്താ പറഞ്ഞു ഇവിടെ? തിർമിദി, ഇബ്നു മാജ, അഹ്മദ്, ദാരിമി. ഇവരൊക്കെ എന്താണ്? ഹദീസ് കളക്ടേഴ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹദീസ് കളക്ടേഴ്സ് ആരെല്ലാം സെർച്ച് ചെയ്യുക. അപ്പോൾ ഓരോരുത്തരുടെയും പേര് കാര്യങ്ങൾ പഠിക്കുക. ഏത് ലാംഗ്വേജിൽ ഞങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്? സെർച്ച് ചെയ്യുന്നത് ഏത് ലാംഗ്വേജിലാണ്? ഇംഗ്ലീഷിലാ, മലയാളത്തിലാ? അറബിയിൽ സെർച്ച് ചെയ്യുക. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മനസ്സിലായാൽ മതി. എല്ലാം മനസ്സിലായാൽ എന്തല്ല, നിർബന്ധമല്ല. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ബ്രൗസ് ചെയ്യുക. എപ്പോഴും നമ്മൾ എന്തായിരിക്കണം? നമ്മുടെ ലൈഫിന് ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നമ്മൾ എന്താകാൻ പാടില്ല, നമ്മുടെ ടാർഗറ്റിനെ ഭേദിക്കാൻ പാടില്ല. വാട്സപ്പിൽ വരുന്ന എല്ലാം നമ്മൾ കേൾക്കണം, കാണണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യണം? സ്പെസിഫിക് ഗോൾ ഉണ്ടാകും. ആ നമ്മൾ നിശ്ചയിക്കുന്ന ടാർഗറ്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവർ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് അതനുസരിച്ച് നമ്മൾ. അപ്പൊ നമ്മൾ ഇത് സെർച്ച് ചെയ്താൽ നമുക്ക് വെറുതെ ഇരിക്കും. നമ്മൾ ഓക്കെ നോക്കാം ആരാണ് മനൽ മുഹദ്ദിസൂൻ, ആരാണ് ഹദീസ് കളക്ടേഴ്സ്. നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ പേര് കിട്ടും. ഇപ്പൊ പിന്നെ AI വരുമ്പോഴത്തേക്ക് അറബി വായിച്ചു കഴിഞ്ഞാൽ AI ഇംഗ്ലീഷിലും അറബിയിലും ചേർത്തിട്ട്, നമ്മൾ ഇംഗ്ലീഷിലാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ അറബി വാക്കാണ്. അറബി വാക്ക് അടിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും വാക്ക് അതിനെ കുറിച്ച് ചേർന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലും അറബിയിലും അതിന്റെ ഡീറ്റെയിൽസ് നമ്മളെന്ത് ചെയ്യാം? അറബിയിൽ പോയാൽ മതി. വിക്കിപീഡിയ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയാണ്. ഏത് ലാംഗ്വേജിലാണെങ്കിലും മാറാം. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ വിക്കിപീഡിയയിലുള്ളത് തന്നെ അറബിയിലാണെങ്കിൽ അറബിയിലേക്ക് പോകും, മലയാളത്തിൽ പോകും, ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ് പോകും. നമ്മൾ എന്ത് ചെയ്യുക? അറബിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കിട്ടാത്ത വേണ്ട, മനസ്സിലാകാത്ത മനസ്സിലാവണ്ട. ഡെയിലി അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അങ്ങ് പോകും. നമ്മളെ കയ്യിൽ മൊബൈൽ കിട്ടുമ്പോൾ നമുക്ക് മൊബൈലിനെ കുറിച്ച് ഒന്നും അറിയില്ല. നമ്മളാണ് എന്ത് ചെയ്ത് പഠിച്ചത്. ആരുടെ ചോദിക്കുമ്പോൾ നമ്മൾ എന്തായാലും എനിക്ക് മൊബൈൽ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ആരുടെയും ചോദിക്കാൻ നമുക്ക് സ്വന്തം പഠിക്കാം. മാത്രമല്ല ഓരോരുത്തരുടെയും കയ്യിലുള്ള ഫോൺ ഓരോ തരം ഫോണായപ്പോഴത്തേക്കും പിന്നെ അവരവർ സ്വന്തം പഠിക്കേണ്ടി വന്നു. അത് ചിന്തിച്ചാൽ മനസ്സിലാവും. നമുക്ക് സംഭവം പഠിക്കാൻ നിർബന്ധമാണ് എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ എന്തായി? അത് വശമായി തീർന്നു. അതേപോലെ നമ്മൾ അറബിയിൽ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അറബിയിലുള്ള കാര്യം മനസ്സിലാവും. യക്കൂല കുള്ളു താലിമോ കഴിഞ്ഞു, ഫാത്തിഫ കഴിഞ്ഞു. ലഇബുൻ 9ാമത്തത് ലഇബുൻ. ലഇബുൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്? അതൊരു മസ്ദറാണ്. അത് മസ്ദറാണ്. ലഇബ യൽഅബുവിന്റെ മസ്ദറാണ്. വഹുവ അലാ വസ്നി ഫഈലിൻ. നമ്മൾ ബഹുവചനങ്ങളുടെ പാറ്റേൺ എഴുതി വെക്കാൻ പറഞ്ഞതുപോലെ തന്നെ മസ്ദറിന്റെ പാറ്റേൺ എഴുതി വെക്കാൻ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ഒരു ഡയറി എടുത്തിട്ട് അങ്ങനെ കുറെ ഓരോ പാറ്റേൺ ഒരു പാറ്റേൺ ഒരു പേജ് ഡെഡിക്കേറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. എല്ലാം എന്തിനാണ്? നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോ ആ പാറ്റേണുകളെല്ലാം വശമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വാക്ക് കിട്ടിയാൽ ആ വാക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ ഘടനയിലെത്തും. നമ്മൾ പഠിച്ച പാറ്റേണുകൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് താഴെ ഒരു ലർബുൻ, ഷഫാഅത്തും, ഇബാദത്തും ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതെല്ലാം എന്തായി? ഒരു പാറ്റേണുകളാണ്. ആ പാറ്റേണിൽ വേറെയും ക്രിയകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ക്രിയ എടുത്ത് എന്ത് ചെയ്യാം? ആ പാറ്റേണിന്റെ പേജിൽ നമുക്ക് എഴുതി വെക്കാം. വഹുവ അലാ വസ്നി ഫഈലുൻ. ഫഈലുൻ വസ്നിലാണ്. ലഈബുൻ ഹാത്തിൽ മസ്ദർ മിൻ കദബ യക്ദിബു. കദബ യക്ദിബുന്റെ മസ്ദർ എന്തായിരിക്കും? കദബ യക്ദിബു. കദീബുൻ. കദീബുൻ.
ലഹിക യൽഹഖു അലാ വസിനി ഫായിൽ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫായിൽ വസിനിലാണ് ഇതെല്ലാം ഉള്ളത്. കദിബുൻ ലഹികുൻ കേട്ടോ. അതേപോലെ ഹാത്തി മുലാരിയ ഹവ. ഹവയുടെ മുലാരി എന്താണ്? യഹ്വി. 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 അഫ്ഷ വരുമ്പോഴത്തേക്ക് എന്താവും? അഫ്ഷാദ് എന്താണ്? അഫ്ഷ യഷ്വി. യഫ്ഷി എങ്ങനെ വരും? അഫ്ഷാദ് എത്ര അക്ഷരമുണ്ട്? എന്താണ്? സുലാസി മസീദ് ആണ്. 3+1 ആണ്. 3+1 വരുമ്പോൾ +1 എങ്ങനെയാണ് വരിക? അപൂർണക്രിയ വരുന്നത് അഞ്ചല യുൻസിലു. അഞ്ചല യുൻസിലു. സബ്ബഹ യുസബ്ബിഹു. ജാഹദ യുജാഹിദു. അഞ്ചല യുൻസിലു. പിന്നെ അതുണ്ട് 3 എന്താണ്? അപൂർണക്രിയ ലമ്മിലാണ് വരിക. ആദ്യത്തെ 3 B1 2 B1 B2 B3 ഇതെല്ലാം എന്താണ്? സബ്ബഹ യുസബ്ബിഹു, അൻസല യുൻസിലു, ജാഹദ യുജാഹിദു ഒക്കെ എന്തായിരിക്കും? ലമ്മിലായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ അഫ്ഷ യുഫ്ഷി. അഫ്ഷയുടെ അർത്ഥം എന്തായിരുന്നു നമുക്ക്? അഫ്ഷ വ്യാപിപ്പിച്ചു. അഫ്ഷ വ്യാപിപ്പിച്ചു. വ്യാപിച്ചു എന്നുള്ളതിനപ്പം പക്ഷ ഫഷ. അത് കോമൺ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അത് ഒരു വാക്യം മറന്നുപോയി. ഈ സെർച്ച് ചെയ്യുന്നതിനെ പറ്റിട്ടൊന്ന് പറഞ്ഞിരുന്നേ, അത് ഇത് കഴിഞ്ഞിട്ട്. സെർച്ച് ചെയ്യുന്നതിനോ? എനിക്ക് അറിയില്ല അറബിയില്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അറിവ് എന്താണ്, ഏത് ഭാഷയിലാണ് അവിടെ ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. പിന്നെ AI ഇത് ജെമിനിയോട് ചോദിച്ചാലും മതി. അപ്പം വോയിസും കൂടെ കൊടുക്കാം, അറബിയിലും പറഞ്ഞു കൊടുക്കാം. അറബിയിൽ പറഞ്ഞാലും സെർച്ച് ചെയ്യാം AI-ല്. അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള അവിടെ ടൈപ്പ് ചെയ്താൽ അവർക്ക് തോന്നുന്നത് പറഞ്ഞുതരും. അവർ പറഞ്ഞല്ല നമുക്ക് വേണ്ടെങ്കിൽ ഒരു വാക്കും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് പരിചയമല്ല അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു വാക്കും കൂടെ ചേർത്ത്. അപ്പൊ എന്താവും? അടുത്തത് പറഞ്ഞുതരും. അപ്പൊ നമ്മൾ ലൈബ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് വിചാരിക്കും. ലൈബ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ ലൈബയുടെ അർത്ഥം വരും. ചിലപ്പോൾ ഇംഗ്ലീഷ് തരും, ചിലപ്പോൾ അറബി തരും. കാരണം ഒരു വാക്ക് മാത്രം, നമ്മൾ മലയാളം ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജ് അടിച്ചാലും ഒരു വാക്ക് മാത്രമാണ് അടിക്കുന്നതെങ്കിൽ അതിന്റെ മീനിങ് ആയിരിക്കും തരിക. അതിനോടൊപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ അത് ചോദിക്കുന്നതായിരിക്കും. ഉസ്താദ് അവിടെ ഉണ്ട്, ഉസ്താദ് മനസ്സിലാക്കിക്കൊള്ളുന്ന പറയുന്നു. എന്തെങ്കിലും അറിയണോ അതിന്? കാരണം പിന്നെ സമയമല്ലേ, 5 മിനിറ്റ് നമുക്ക് ബാക്കിയുണ്ട്. വേറെ ഡിക്ഷണറികളൊന്നും അങ്ങനെ യൂസ് ചെയ്യലില്ലേ? അങ്ങനെ ഡിക്ഷണറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡിക്ഷണറി എന്ന് പറയുന്നത് almaani.com. almaani.com. അത് സൈറ്റിൽ നോക്കുന്നതാണ് ഫുള്ളായിട്ട് കിട്ടുന്നത്. ഞാൻ പൈസ അടച്ച് അതിന്റെ പെയ്ഡ് വെർഷൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി മൊബൈലിൽ, എന്നിട്ടും അത് കംപ്ലീറ്റ് വരുന്നില്ല. അത് കംപ്ലീറ്റ് അല്ലാത്തതിനെ അവർ പറയുന്നത് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം, വെറുതെ പൈസ അതല്ല. വെബ്സൈറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പരസ്യം വരുന്നേ ഉള്ളൂ, ഇടത്തും വലത്തൊക്കെ ഒരുപാട് പരസ്യം വരും. പക്ഷെ അതാണ് സമഗ്രമായ ഡിക്ഷണറി എന്നാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും റെക്കമെൻഡഡ് ഡിക്ഷണറികളിൽ പ്രഥമ സ്ഥാനത്ത് വരുന്നുണ്ട്. അത് almaani.com. almaani കഴിഞ്ഞിട്ട് MAAY almaani.com. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഡിക്ഷണറിയും കമ്പയർ ചെയ്തിട്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു ഡിക്ഷണറി മാത്രവും വരുന്നുണ്ട്. സെലക്റ്റീവ് ഡിക്ഷണറിയും വരും,
എല്ലാ ഡിക്ഷണറിയും കമ്പയർ ചെയ്തിട്ടാണ് ആദ്യം ടോപ്പിൽ വരുന്നത്. അപ്പൊ അത് നമ്മൾ എടുത്തു നോക്കിയാൽ മാളി, മുളാരി, പിന്നെ മസ്ദർ. മാളി, മുളാരി, മസ്ദർ അതിൽ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ടാവും. ഇത് നമ്മൾ ഉദ്ദേശിച്ച വാക്കല്ല. 3 അക്ഷരം നമ്മൾ 3 അക്ഷരം ടൈപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ അവർ സജഷൻ വരും താഴെ. ഒരു എന്താ പറയുക, ബ്രൗസ് ഫ്ലിപ്പ് താഴോട്ട് ഫ്ലിപ്പ് ചെയ്ത് വരുന്നത് പോലെ, ഫ്ലിപ്പ് ഡൗൺ മെനു പോലെ അവിടെ ഫ്ലിപ്പായിട്ട് വരും സജഷൻ. ആ സജസ്റ്റ് ചെയ്യുന്നതിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വാക്കിലേക്ക് പോകാൻ സാധ്യത. ചിലപ്പോൾ അവർ സജസ്റ്റ് ചെയ്യും. സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചെയ്യും. അതായത് അവര് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാക്ക് ഡിക്ഷണറി കാണണമല്ലോ. ടൈപ്പ് ചെയ്യുന്ന എന്ത് വാക്ക് ടൈപ്പ് ചെയ്താലും, അതായത് മാറി ആയിരുന്നാലും, മുളാരി ആയിരുന്നാലും, അമ്പറായിരുന്നാലും സംഭവം വരും അവിടെ. പിന്നെ നമ്മൾ കറക്റ്റ് സെർച്ച് ചെയ്യണമെങ്കിൽ മാവി തന്നെ സെർച്ച് ചെയ്യുന്നതാണ് നല്ലത്. അതായത് മാവിലെ 3 അക്ഷരം, അതായത് 3 അക്ഷരം എടുത്തിട്ട് ആ 3 അക്ഷരം എടുത്താൽ അതിന്റെ ബാക്കിയെല്ലാം വരും. എന്നിട്ട് നമ്മൾ ബ്രൗസ് താഴോട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ഹർക്കത്ത് അവർ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഹർക്കത്തിലുള്ളതാണ് നമ്മൾ നോക്കുന്നവരെ അത് കിട്ടുന്നവരെ നോക്കുക. ഡെയിലി നോക്കുമ്പോൾ ഡെയിലി ഒരു വാക്കിൽ നമ്മൾ നോക്കിയാൽ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ ഫെമിലിയർ ആവും. നമ്മൾ വെറുതെ അടിച്ചു നോക്കുക. നമുക്ക് സംശയമുള്ള ഒരു വാക്കിനെ വെറുതെ അടിച്ചു നോക്കുക. അടിച്ചു നോക്കുമ്പോൾ കിട്ടും. മനസ്സിലായില്ല വേണ്ട, അടുത്ത ദിവസം വീണ്ടും നോക്കുക. ഇപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ ഈ അടുത്ത് എന്തോ ഒരു സംഭവം നോക്കുമ്പോൾ തഫ്സീൽ ഞാൻ പെട്ടെന്നൊരു കാര്യം നോക്കിയതാണ്. ഞാൻ നോക്കിയിട്ട് സംഭവം കാണുന്നില്ല, ഉദ്ദേശിച്ച സംഭവം അത് കാണുന്നില്ല. അങ്ങനെ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയ എല്ലാ തഫ്സീലിലും ആ സംഭവം ഉണ്ട്. ഞാൻ നോക്കിയതിൽ ആദ്യം നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നീട് ഒരു തഫ്സീൽ കണ്ടു. പിന്നെ മറ്റേ തഫ്സീലുണ്ടോ നോക്കിയപ്പോൾ അതിലും ഉണ്ട് സംഭവം. നമ്മൾ ചിലപ്പോൾ നമ്മൾ കണ്ണ് എത്തിപ്പെടില്ല. ചിലപ്പോൾ ധൃതിയിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് വരും. അപ്പൊ കൃത്യമായിട്ട് അവിടെ കാണും. ഹാത്തി, മുളാരി, ഹവാ, യഹ്വി, അതേപോലെ അഫ്ഷ, യുഫ്ഷി, ഹാത്തി, ജംഅ, ബൈത്ത്. ബൈത്തിന്റെ ബഹുവചനം ബി അല്ലല്ല, ഇവിടെ ബൈത്തി ഷിഅരിൻ. ബൈത്തി ഷിഅരിൻ, ഷെയറിന്റെ ഷെയർ എന്താ? ഷെയർ, ഷെയർ പദ്യം. പദ്യത്തിന്റെ ബിമാന ബൈത്തി ഷെയറിൻ, പദ്യത്തിന്റെ ബൈത്ത്. കവിതയുടെ ബൈത്ത്. ഷെയർ കവിത. കവിതയുടെ ബൈത്ത് എന്ന അർത്ഥത്തിലുള്ള ബൈത്തിന്റെ ബഹുവചനം പറയുക. ബൈത്ത്, അബിയാത്ത്. അബിയാത്താണ്. മറ്റത് ബൈത്ത് ബുയൂത്ത് എന്താണ്? വീട്. ജംഅ ഫമിൻ. ഫമിന്റെ ജംഅ എന്താ? ഫമിന്റെ ബഹുവചനം വരുമ്പോ എന്താണ് പറയാ? ഫായുടെ ബഹുവചനമാണ് വരിക. അഫ്വാഹുനാണ് ഉപയോഗിക്കുക. അഫ്വാഹുൻ. അഫ്വാഹുനാണ് ഉപയോഗിക്കുക. അഫ്മാമുൻ എന്ന് ഫോമുണ്ട്, പക്ഷെ സാധാരണ ഉപയോഗിക്കല് അഫ്വാഹൻ. ഫമുൻ വരുമ്പോ ഫമുൻ എന്താണ്? വായ. അപ്പം ലിയബ്ലുഗ ഫാഹു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ഫാഹു. ഫായുടെ ബഹുവചനമാണ് അഫ്വാഹ്. ആ അഫ്വാഹാണ് ഉപയോഗിക്കല്. പിന്നെ പറയപ്പെടുന്നത് ഇതിന്റെ പദോൽപ്പത്തിയെ കുറിച്ച് പറയുമ്പോൾ ഫമും ഫായും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അവിടെ ഫായില് മീം പോയതാണ് എന്നാണ് പറയുന്നത്. മീന്, അതായത് നമ്മളിപ്പോ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക്
കയ്യെന്നുള്ളത് കജ്ജെന്ന് പറയുമല്ലോ, അതേപോലെ അക്ഷരം മാറ്റി മാറ്റി പറഞ്ഞതാണ് എന്നും അതിന്റെ പദോൽപത്തിയിലെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഫമും ഫായും ഫാ എന്ന് പറഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഫൂ എന്ന് പറഞ്ഞാൽ ഫൂ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഫമ് എന്നതിന്റെ അക്ഷരം മാറി വായായതാണ്, അല്ലെങ്കിൽ ഫ എന്ന് ഒറ്റ അക്ഷരം മാത്രം ഉപയോഗിക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നു. അതിന്റെ ഫൂ എന്ന് പറഞ്ഞെടുത്ത് വാവ് എന്താണ്, റമ്മിന്റെ പകരമുള്ളതാണ്. എന്തായാലും ഫമിന്റെ ബഹുവചനം വരുമ്പം അഫ്വാഹ് എന്നും അഫ്മാമുൻ എന്നും ഉപയോഗിക്കും. പക്ഷെ അധികം നമ്മൾ കാണുന്നത് അഫ്വാ. ഖുറാനിലുള്ള അഫ്വാഹ് ആണല്ലോ, ഈ അഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട്. സുഹൃത്ത് സഫിൽ എന്താ പറഞ്ഞു? അബ്ദുള്ള സാഹിബ്, അവരവരുടെ വായകൾ കൊണ്ട് കുതിക്കെടുത്താൻ നോക്കുന്നു പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ പ്രകാശത്തെ അവരെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ നോക്കുന്നു. എന്താ പറഞ്ഞു? അവിടെ അഫ്വാഹുണ്ട്. ഖുറാനിൽ പറഞ്ഞതൊക്കെ അഫ്വാഹാണ്. അഫ്വാഹിഹിം. ഹാത്തി മുഫ്രദ് അർഹാം. അപ്പൊ ഇവിടെ എന്താണ്? അഫ്വാഹ് ബഹുവചനമാണ്, അബിയാത്ത് ബൈത്തിന്റെ ബഹുവചനമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ ബഹുവചനങ്ങളുടെ പാറ്റേൺ എഴുതി വെക്കണം. കുറെ പാറ്റേൺ നമ്മൾ എഴുതി വരും, പിന്നെയും പാറ്റേൺ കൂടി പോകുന്നുണ്ടെങ്കിൽ നോക്കണം നേരത്തെ എഴുതിയ പാറ്റേണിലുണ്ടോ എന്ന്. അർഹാം ഹാത്തി മുഫ്രദ് അർഹാം. റഹീമുൻ റഹീമുൻ മുഫ്രദ് എന്താണ്? കസ്റാണ്. റഹീമുൻ അർഹാം. സുക്കാറ സുക്കാറ മുഫ്രദ് സക്കീറത്തുനാണ്. സക്കീറത്ത് എന്താണ്? സുക്റാനുൻ സക്റാനുൻ 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 സക്റാനുനാണ്. സക്കീറത്തിനല്ല അല്ലേ? അല്ല, സക്കീറത്തിന് വരെ. സക്കിറാനും. അപ്പൊ ആനിൽ വരുന്ന വസിനുകളുണ്ട്, ഇത് മുഫ്രദാണ്. സലാസ് അഷർ നിയാമുൻ. അപ്പൊ നിയാമുൻ നായിമുൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ സമയം കഴിഞ്ഞല്ലേ? തീർത്തേക്കാം.
എന്താ സമയത്തെ കുറിച്ച് പറയാഞ്ഞത്? പറയാൻ പോവുകയായിരുന്നു. ആ പാരഗ്രാഫ് തീർച്ചയായും പാഠം കഴിഞ്ഞായിരുന്നു. ആ പാരഗ്രാഫ് കൂടി തീർന്നാല് ഏത്? ആ പാഠം കഴിഞ്ഞു. ഞാൻ അടുത്ത പാഠം എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പൊ അടുത്ത പാഠം ഇത് പറഞ്ഞു അതുകൊണ്ട് സാറിന് കുറച്ച് ധൃതിയിൽ പോയി. അടുത്ത പാഠത്തിലേക്ക് പോകാന്നാണ് വിചാരിച്ചത്. ഉം. നിയാമുൻ. അപ്പൊ നിയാമുൻ നായിമുൻ നായിമത്തുൻ. അപ്പൊ നായിമായാലും നായിമത്തെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിയാമുൻ എന്ന് പറഞ്ഞതിന് എന്തില്ല, ജെൻഡർ ഡിഫറൻസ് ഇല്ല. അപ്പൊ മിസ്ല ഖിയാമുൻ അത് നേരത്തെ പറഞ്ഞായിരുന്നു. ഖിയാമുൻ അതെന്താണ്? ഖായിമുൻ ഖായിമത്തിന്റെയും ബഹുവചനമാണ് ഖിയാമുൻ. قال تعالى يا أيها الذين يذكرون الله قياما وقعودا وعلى جنوبهم. അപ്പൊ ഖിയാം എന്ന് പറഞ്ഞത് എന്താണ്? കോമൺ ജെൻഡർ ആണ്. അതേപോലെ ഖുഊദ് ഖായിദത്ത്. അപ്പൊ അതിന് കൂടിയാണ് ഇവിടെ പറഞ്ഞത്. ഖുഊദ് ഖായിദിന്റെ ബഹുവചനം ഖുഊദ്. ഖുഊദിന് എന്തില്ല, അതിനും ജെൻഡർ ഡിഫറൻസ് ഇല്ല. ഖായിദത്തിന്റെയും ഖഅദ ഇരുന്നു, അതിന്റെ ബഹുവചനമാണ്. അല്ല, അതിന്റെ ഇസ്മ ഫായിലാണ് ഖായിദ് ഇരിക്കുന്നവൻ. അതിന്റെ ബഹുവചനം ഖുഊദ്. ഖായിദായിരുന്നാലും ഖായിദത്തായിരുന്നാലും ഖുഊദ്. ഖവായിദ് വേറെ വന്നിട്ടുണ്ട് കേട്ടോ. ഖായിദത്തിന്റെ ബഹുവചനം ഖവായിദ് വേറെ വന്നിട്ടുണ്ട്. ഖവായിദ് എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. ലായത്ത് ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞു. അൽ ഖവായിദ് മിനൻ നിസാഇ അല്ലാത്തി. അപ്പൊ ഖവായിദ് എന്ന് പറഞ്ഞത് ഖായിദത്തിന്റെ ബഹുവചനം ഖവായിദ് വേറെ വന്നിട്ടുണ്ട്. ഇത് ഇർഫ ഇബ്രാഹിം ഖവായിദ വേറെയാണ്, തൂണുകളാണ്. അതും ഇരുത്തുന്ന സാധനമാണ്. ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദാ നിസ്വത്തുൻ ജുലൂസുൻ. അപ്പൊ നിസ്വത്തിനെ കുറിച്ച് ജുലൂസ് എന്ന് പറഞ്ഞു. അപ്പം ജുലൂസ് എന്ന് പറഞ്ഞ് ജാലിസിന്റെ ബഹുവചനമായിട്ട് ജുലൂസ് ഉപയോഗിക്കാം. ജാലിസൂനെ വേറെ ഉപയോഗിക്കാം. ജുലൂസ് ഉപയോഗിച്ചാൽ എന്താവും? രണ്ട് ജെൻഡറിനും പറ്റും. ഇബ്നു മാജ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇബ്നു മാജ പറഞ്ഞില്ലെങ്കിൽ ഇബ്നു മാജ എഴുതി വെക്കുക. റവാഹ് ഇബ്നു മാജ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് നമ്മൾ നിങ്ങളുടെ PDF വെർഷൻ, ഖുറാന്റെ PDF വെർഷൻ ഉണ്ടെങ്കിൽ ഇല്ല സെർച്ച് ചെയ്യുക. ഇല്ല എടുക്കുക. ഇല്ല എടുത്തിട്ട് എവിടേക്കാണ് ഇല്ല വന്നിരിക്കുന്നത്, അതിന് എന്തൊക്കെ അടയാളം വന്നിരിക്കുന്നു, അതിന്റെ മുമ്പും പിമ്പും ഉള്ള സംഭവം എന്താണ്, ഇല്ലായ്ക്ക് ശേഷം വന്നിരിക്കുന്നതിന് എന്തൊക്കെ അടയാളം വന്നിരിക്കുന്നു ഇത് കണ്ടുപിടിക്കുക. അത് ഹൈലൈറ്റ് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇല്ലായ്ക്ക് ശേഷം വന്നിരിക്കുന്നതിന് എന്തൊക്കെ അടയാളം വന്നിരിക്കുന്നു അത് മാത്രം. ഇല്ലായ്ക്ക് ശേഷം വരുന്നതിന് എന്തൊക്കെ അടയാളം വന്നിരിക്കുന്നു. ഓക്കെ. അതേപോലെ ഗൈറിന് എന്തൊക്കെ അടയാളം വന്നിരിക്കുന്നു. ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞെടുത്ത് ഗൈറിന് കെസറാണ്. ഗൈറ വന്നിട്ടുണ്ടാവും, ഗൈരി വന്നിട്ടുണ്ടാവും, ഗൈറു വന്നിട്ടുണ്ടാവും. അത് രണ്ടും കൂടെ സെർച്ച് ചെയ്യുക. ഇല്ലായും ഗൈറും. അതാണ് നമ്മൾ അടുത്ത പാഠത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമ് വർദ്ധിപ്പിച്ചേരട്ടെ. ഇൽമ് മാത്രമല്ല, ഇൽമ് ഫഹ്മ്, ഗ്രാഹ്യം. അതേപോലെ ഒരു നമുക്ക് ഒരു അകക്കണ്ണുണ്ടാവും. ഈ അകക്കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അകക്കണ്ണ് തുറക്കണം. അകക്കണ്ണ് അല്ലാഹു തുറന്നു തരട്ടെ. അതേപോലെ അകക്കണ്ണ് തുറന്നാലും പിന്നെ വേറെ സംഭവം വേണം, അതിനകത്ത് ഹിക്മത്ത് വേണം. അപ്പൊ ആ ഹിക്മത്തും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഹിക്മത്ത ഫഖദ് ഊതിയ ഖൈറൻ കസീറൻ. അവന് ഒരുപാട് നന്മ ലഭിച്ചിട്ടുണ്ടാകും. പ്രവാചകന്മാർക്ക് അള്ളാഹു കിതാബും ഒക്കെ കൊടുത്തതിന് ശേഷം, അത് കൂടാതെ നുബുവത്തും കിതാബും കൊടുത്തതിന് ശേഷം പിന്നെ ഹിക്മത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഹിക്മത്ത് എല്ലാവർക്കും ലഭിക്കാം. പ്രവാചകന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും ലഭിക്കാം. അതുകൊണ്ടാണ് വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ എന്ന് പറയുന്നത്. ആ ഹിക്മത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രത്യേകിച്ച് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.